അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് അംഗങ്ങൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. വർത്തമാനകാല രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനും സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമായി ആഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 10 വരെയുള്ള ദിവസങ്ങളിൽ യൂണിറ്റ് തല സംഗമങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. ഇതിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. പുതിയകോട്ടയിലെ നഗരസഭാ ടൗൺ ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. യൂണിറ്റ് തലത്തിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനം മെച്ചപ്പെടുത്തി പോകേണ്ടതുണ്ട്. സമ്മേളനം നടന്ന 1.5 വർഷത്തോളമായി സമ്മേളനത്തിൽ നമ്മൾ തീരുമാനിച്ച തരത്തിലുള്ള കാര്യങ്ങളെല്ലാം യൂണിറ്റ് തലം വരെയുള്ള സംഘടനാ പ്രവർത്തനത്തിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഏറ്റെടുക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി നമുക്ക് പോകേണ്ടതുണ്ട്. ആ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ഇന്ന് നമ്മൾ നിർവഹിക്കുന്നത്. ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ നടത്താൻ തീരുമാനിച്ച യൂണിറ്റ് തലത്തിലുള്ള സംഗമം, ആ സംഗമത്തിൽ എങ്ങനെയാണ് വിഷയം അവതരിപ്പിക്കേണ്ടതെന്നും ഏതൊക്കെ കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യേണ്ടതെന്നും അതിലൊരു രൂപം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശില്പശാല ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി സി സുബൈദ അധ്യക്ഷയായി. നേതാക്കളായ പി പി ശ്യാമളാദേവി, എ പി ഉഷ, ചന്ദ്രമ്മ ടീച്ചർ, ടി വി ശാന്ത, വി വി പ്രസന്നകുമാരി, ദേവി രവീന്ദ്രൻ, ഓമന രാമചന്ദ്രൻ, പി പി പ്രസന്ന എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി എം സുമതി സ്വാഗതം പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടിയുടെ തുടക്കം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.